നമസ്കാരം, വെൽക്കം ടു വികെഎം ടോക്സ്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. ഡിസംബർ 10 എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എനിക്കധികം വീഡിയോസ് ഒന്നും പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല. കാര്യം കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു, ചെറിയ ചെറിയ ഇതൊക്കെ റീൽസ് ഒക്കെ ചെയ്തു. എങ്കിലും നമുക്ക് മനസ്സ് ഇരുത്തിയ ഒരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയം ഉണ്ടായിരുന്നില്ല, സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യാണ്. എനിക്കറിയാം ഒത്തിരി പേര് മെസ്സേജ് ചെയ്യാറുണ്ട്, അപ്പൊ അതനുസരിച്ചിട്ട് കേട്ടോ. അപ്പൊ കുറച്ച് നാളുകൾക്ക് ശേഷം ആയതുകൊണ്ടും ഒരു കൊറിയോഗ്രാഫിയിലേക്ക് പോകുന്നതിന് മുൻപ് ഈ വീഡിയോയിൽ ഞാൻ വീണ്ടും നിങ്ങളെ, അതായത് നൃത്തം പഠിക്കാൻ ആഗ്രഹിക്കുന്ന വീട്ടിലിരിക്കുന്നവർക്ക് ചെയ്യാൻ പാകത്തിലുള്ള അടവുകളെ ഒന്നോടെ പരിചയപ്പെടുത്തുകയാണ്. അത് വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാവുന്നതാണ്. സോ വെൽക്കം ടു ദിസ് വീഡിയോ വൺസ് അഗെയിൻ. നമുക്കിനി പഠനം തുടരാം കേട്ടോ. ഞാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾ എന്നോട് ചോദിച്ചിട്ടുള്ളതെല്ലാം തന്നെ നമുക്ക് പഠിക്കാം. അപ്പൊ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ എപ്പോഴും ഒരു ഭരതനാട്യം പഠിക്കുമ്പോൾ അതില് ഒരു കോർവയുടെ അവസാനം അല്ലെങ്കിൽ ജതിയുടെ അവസാനം തീർമാന അടവുകളാണ് ചെയ്യുക. ആ തീർമാന അടവിന് മുൻപ് ഞാൻ വീഡിയോ ഓർമ്മിച്ചിട്ടുണ്ട്. തകികിണതോ അടവാണ് ഒന്ന്, കിടതക തിരികിടതോ അടവാണ് ഒന്ന്, താഹതജം തരിത എന്ന് പറയുന്നതാണ് മൂന്നാമത്. അപ്പൊ ഈ തകികിണതോ അടവുകൾ ചെയ്യുമ്പോൾ ഒരു പക്ഷെ ത്രിപതാക പിടിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മള് കടകാക്കം അലപത്മം പിടിച്ചിട്ട് ദ്വിതിയ അടവായിട്ട് നമ്മൾ പഠിപ്പിക്കും, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. അപ്പൊ എളുപ്പത്തിൽ പഠിക്കാം. ഈ അടവുകൾ തീർമാന അടവായിട്ട് നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ അത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. കുറെ ദ്വിതിയ അടവുകളുടെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ചിലത് മാത്രം നമ്മൾ ഇന്ന് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് തീർമാനം ചെയ്യണമെങ്കിൽ ദ്വിതിയ അടവിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് അതിന്റെ 4 പൊസിഷൻസ്. ഒന്ന്, കയ്യും കാലും നേരെ സൈഡിലാണ്. അടുത്തത് കോർണറാണ്. അടുത്തത് ഫ്രണ്ടിലാണ്. അടുത്തത് ബാക്കിലാണ്. ഇതിന്റെ കൂടെ നമ്മൾ വേറെ കുറച്ചും കൂടെ ചേർന്നു. ഇതെല്ലാം നമ്മൾക്ക് 3 അടവ് പാറ്റേണിൽ ചെയ്യണം. അതായത് 1, 2, 3 പാറ്റേണിൽ ചെയ്തു പോകണം. ഓക്കെ. അപ്പൊ ഒന്നാമത്തെ സൈഡ്, പിന്നെ കോർണർ, പിന്നെ ഫ്രണ്ട്, പിന്നെ ബാക്ക്, പിന്നെ മുകളിൽ കോർണർ. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? കൈയും കാലും ഒരേ ഡിറക്ഷനിലായിരിക്കണം, ഒരേപോലെ ആയിരിക്കണം. അല്ലാതെ കൈ സൈഡിലും കാല് കോർണറിലും അങ്ങനെയൊന്നും നമുക്ക് വരാൻ പാടില്ല. ഓക്കെ. അപ്പൊ അത് നമുക്കൊന്ന് നോക്കാം. ഈ മുട്ടിന് ആർത്രൈറ്റിസിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് ഞാൻ അധികം അരമണ്ടത് നിൽക്കില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ അത് പക്ഷെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. അപ്പൊ വരുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തത് ലെഫ്റ്റ്, അടുത്തത് ലെഫ്റ്റ്, അടുത്തത് ഫ്രണ്ട്, ഓക്കെ. അപ്പൊ ഇത്രയും നമ്മൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ് അല്ലേ? പക്ഷെ ഇനി ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? ഞാൻ പറഞ്ഞു 1, 2, 3 പാറ്റേൺ വരണം. അതായത് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അടുത്തത് അടുത്തത് രണ്ട് കൈയും ആവാം. ഓക്കെ. ഇനി ഇതിന്റെ അതായത് കാലിൽ മാറി മാറി തേച്ച് കൊടുക്കണം. ഓക്കെ. അപ്പൊ വരുന്നത് ഇങ്ങനെയാണ്.
അടുത്തത് തെയ് 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 വരണം. മുട്ടിന്റെ ഉള്ളിൽ നിന്നെല്ലാം കറുന്നൊരു ശബ്ദം. പ്രായമായില്ല ആയില്ല എന്ന് നമ്മള് എല്ലാരും ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. പക്ഷെ ശരീരം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു പ്രായമായി. പോട്ടെ. അപ്പൊ അടുത്തത് തെയ് തെയ് തെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഓഡിയോ ഉപയോഗിക്കാം കേട്ടോ. പക്ഷെ സ്പീഡ് വരുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്റെ ഓഡിയോ ഉപയോഗിച്ചിട്ട് അത് വെച്ച് ചെയ്ത് നോക്കാം. അപ്പൊ അടുത്തത് 1 2 3 3 4 തെയ് 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 അപ്പൊ ഈ രീതിയിൽ ചെയ്താൽ നമുക്ക് എവിടെയെങ്കിലും തീർമാനത്തില് എന്നൊരു പാറ്റേൺ വരുമ്പം ഇതിൽ ഏതെങ്കിലും എടുത്ത് ചെയ്താൽ മതി. മനസ്സിലായോ? ഇങ്ങനെ നമുക്ക് തീർമാനം ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ തീർമാനം അളവ് വിധത്തിൽ പ്രധാനം എളുപ്പമായിട്ട് മാറും. ഓക്കെ. അപ്പൊ ഇനി ഒരുപാട് അളവുകളുണ്ട്. അതെല്ലാം നിങ്ങൾ ഇങ്ങനെ പഠിക്കണം. ഓക്കെ. നിങ്ങൾ സ്വയം എന്റെ ആ ഓഡിയോ വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പൊ അതെ അടുത്തത് ഒരല്പം ഉത്പ്ലവത്തോടു കൂടി നമ്മൾ ചെയ്യുന്നതാണ് ചാടി. അപ്പോ കാല് ക്രോസ് ചെയ്ത് വരുന്നത് തൈകളാണ് കേട്ടോ. അതായത് 1 2 3 1 2 3. ഓക്കെ. 1 2 3 1 2 3 1 2 3 1 2 3. ഓക്കെ. അത് വരണം. ഇതൊക്കെ നല്ല അരമണ്ഡലത്തിൽ ചാടി ചെയ്യണം. അത് ചെയ്താൽ ഞാൻ അധികം വീഡിയോ ചെയ്യാൻ കാര്യം ശരിയാവില്ല. അതുകൊണ്ടാണ് ചെയ്യാത്തത്. അടുത്തത് അടുത്തത് കറക്കി. ഓക്കെ. അടുത്തത് ഇങ്ങനെ ഇത് കാല് നീട്ടി ബോഡി ടേൺ ചെയ്യണം. അങ്ങനെ ചെയ്യാം. ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അടുത്തത് കൈ ഇങ്ങനെ നീട്ടി പിടിച്ച് നമ്മള് ഇങ്ങനെ ചെയ്യാം. ഓക്കെ. അടുത്തത് ഇവിടെ കാല് ക്രോസ് ചെയ്തില്ല കേട്ടോ. അപ്പൊ ഈ എല്ലാം ഞാൻ ഇപ്പൊ പറഞ്ഞ പോലെ പാറ്റേൺ ചെയ്യാം. ഞാൻ അതൊരെണ്ണം സാമ്പിൾ കാണിച്ചു തരാം കേട്ടോ. മുഴുവൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിങ്ങനെ വരും. അതായത് ഓക്കെ. അടുത്ത ഞാൻ അളവ് മാറ്റി ചെയ്യണേന്ന് മാത്രം. നിങ്ങൾ ഒരേ അളവിൽ 3 ചെയ്യണം കേട്ടോ. കണ്ടോ? ഇനി അടുത്തത് കാരണം കണ്ടോ? ഇങ്ങനെ നമുക്ക് 1 2 3 വെച്ച് ഈ അളവുകളെല്ലാം ചെയ്യാം. ഓക്കെ.
ഇനി ഉത്പ്ലവനം ധിത്തയും കൂടെ ചേർത്ത് എങ്ങനെ വരുന്നു നിങ്ങൾ നോക്കൂ. അത് തീർമാനം നമ്മൾ വരണതാണ്. അപ്പൊ നോക്കൂ, ധിത്തൈ തൈ ധിത്തൈ ധിത്തൈ തൈ ധിത്തൈ. ഓക്കെ, അതിന്റെ അടുത്തത് ധിത്തൈ തൈ തൈ ധിത്തൈ ധിത്തൈ തൈ തൈ ധിത്തൈ. അത് പ്രാക്ടീസ് ചെയ്യാം. അടുത്തത് ധിത്തൈ തൈ 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 ധിത്തൈ ധിത്തൈ തൈ 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 ധിത്തൈ. കണ്ടോ? അപ്പൊ ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. ഇനി ഉത്പ്ലവനം ഇല്ലാതെ ചെയ്യാം. തൈ ധിത്തൈ തൈ തൈ ധിത്തൈ തൈ 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 ധിത്തൈ തൈ ധിത്തൈ തൈ 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 ധിത്തൈ. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അപ്പോ ധിത്തൈയുടെ ഈ വേരിയേഷൻസ് നിങ്ങൾ പഠിക്കണം. എന്നാലേ കൊറിയോഗ്രാഫികൾ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പമുണ്ടാകും. ഓക്കെ, അടുത്ത താതേ ദൈത കൂടെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാണ്, പക്ഷെ സാധിക്കുന്നില്ല. ഇനിയും താതേ ദൈത കൂടെ ചെയ്താൽ ഞാൻ ഇട്ടിരിക്കുന്ന ഈ മേക്കപ്പ് മുഴുവനും വേർത്തൊലിച്ച് ഇങ്ങോട്ട് പോരും. അതുകൊണ്ട് കുറച്ച് നേരം കാറ്റ് വിടട്ടെ. അപ്പൊ ഇതെല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ഞാൻ ഇനി പാട്ട് കൊറിയോഗ്രാഫി ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇത് എവിടെയാണ് ഇതൊക്കെ വരുന്നത് എന്നുള്ളത് കേട്ടോ. സോ ടേക്ക് കെയർ. താങ്ക് യു സോ മച്ച് ഫോർ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ബൈ.